എനിക്കായി അവതാരം ചെയ്തൊരു നാഥ, ഭയങ്ങളകറ്റിടണേ, ബന്ധുവായി കൂടെ വസിച്ചിടണേ. എന്റെ ഉടയവനേ, എനിക്കായി അവതാരം ചെയ്തൊരു നാഥ, ഭയങ്ങളകറ്റിടണേ, ബന്ധുവായി കൂടെ വസിച്ചിടണേ. എന്റെ ഉടയവനേ. പാതകരെ തേടി വന്ന പാപമൊഴിച്ചെന്നെ ചേർത്ത തിരുഹൃദയമേ, നിഷ്കളങ്ക ജ്ഞാനമോദി എന്നെ രക്ഷിപ്പാൻ, നിഷ്കളങ്ക ജ്ഞാനമോദി എന്നെ രക്ഷിപ്പാൻ, കൂരിരുട്ടിൽ എന്നെ തേടി വന്ന നാഥനേ, നിഷ്കളങ്ക ജ്ഞാനമോദി എന്നെ രക്ഷിപ്പാൻ, കൂരിരുട്ടിൽ എന്നെ തേടി വന്ന നാഥനേ, സർവലോകത്തിന്റെ ഉടമസ്ഥനായ ദൈവം അന്ത്യയുഗത്തിലെ സമ്പൂർണ്ണ മോക്ഷം കൊടുക്കുവാൻ സ്വീകരിച്ച ആ തിരുശരീരം ലോകത്തിൽ മറവായ ദിനമാണിന്ന്. നമ്മൾ സമാധി ദിനാചരണമായി ഇന്ന് ആചരിക്കുമ്പോൾ എത്രയോ യുഗങ്ങളിലെ തപസ്സിന്റെ ഫലമായി ആർജിച്ചെടുത്ത ഒരു ശരീരമാണ്, ഈ പ്രകൃതിയിലേക്ക് വീണ്ടും ചേർക്കപ്പെട്ടത് എന്ന് ചിന്തിക്കുമ്പോൾ പ്രകൃതി അന്ന് കണ്ണീരൊഴുക്കിയതിന് കൈയും കണക്കുമില്ല. ആ കണ്ണുനീര് മഹാവെള്ളപ്പൊക്കമായി വരെ മാറി. ആ കാരണം എന്താണ്? ചരാചരങ്ങൾ തപസ് ചെയ്താണ് ഈ പുണ്യദേഹത്തെ ഈ വിധത്തിൽ ഒരുക്കിയെടുത്തത്. അതൊരു വാക്കുകൊണ്ട് പറഞ്ഞാൽ തീരുന്നതല്ല, ഒരു വാക്യം കൊണ്ട് പറഞ്ഞാൽ തീരുന്നതല്ല. ഒരുപാട് ഒരുപാട് ചിത്രീകരിച്ചാലോ വിശദീകരിച്ചാലോ പൂർണ്ണമാക്കാവുന്നതുമല്ല. പക്ഷേ ഈ സത്യം അറിഞ്ഞ് ജീവിക്കുന്ന നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കണം. ബ്രഹ്മസ്വരൂപമാകുന്ന ഭഗവാൻ അധിവസിക്കുവാൻ തക്ക വിധത്തിൽ ഒരു ദേഹം,
ബ്രഹ്മസ്വരൂപമാകുന്ന ഭഗവാൻ അധിവസിക്കുവാൻ തക്ക വിധത്തിലൊരു ദിവ്യദേഹം. ഈ പ്രകൃതിയിൽ ഒരുങ്ങി വരിക എന്ന് പറയുന്നത്, ഈ പ്രകൃതി ഒരുങ്ങി വരിക എന്ന് പറയുന്നത് അത് പെട്ടെന്നുണ്ടാകുന്ന ഒരു കാര്യമല്ല. അത് പെട്ടെന്നുണ്ടാകുന്ന ഒരു കാര്യമല്ല. യുഗങ്ങൾ തോറും കണ്ണുനീരോടുകൂടി മഹാതാപസന്മാർ പ്രാർത്ഥിച്ചു. യുഗങ്ങൾ തോറും കണ്ണുനീരോടുകൂടി മഹാതാപസന്മാർ പ്രാർത്ഥിച്ചു. ദേവീദേവന്മാർ പ്രാർത്ഥിച്ചു. ദേവീദേവന്മാർ പ്രാർത്ഥിച്ചു. ദൂതപരമ്പരകൾ പ്രാർത്ഥിച്ചു. ദൂതപരമ്പരകൾ പ്രാർത്ഥിച്ചു. ഭക്തപരമ്പരകൾ പ്രാർത്ഥിച്ചു. ഭക്തപരമ്പരകൾ പ്രാർത്ഥിച്ചു. അങ്ങനെ സർവ പ്രാർത്ഥനകളെയും സ്വീകരിച്ചുകൊണ്ട് സർവപ്രാർത്ഥനകളെയും മഹാശക്തിക്ക് അധിവസിച്ച് ലോകത്തെ രക്ഷിക്കുവാൻ അനുയോജ്യമാം വിധത്തിൽ മഹാശക്തിക്ക് അധിവസിച്ച് ലോകത്തെ രക്ഷിക്കുവാൻ അനുയോജ്യമാം വിധത്തിൽ ഒരു ദേഹത്തെ രൂപീകരിക്കുകയായിരുന്നു. ഒരു ദിവ്യദേഹത്തെ രൂപീകരിക്കുകയായിരുന്നു. അപ്പോ തപോബലത്താൽ ജനിച്ചു, തപോബലത്താൽ വളർന്നു എന്ന് ഭഗവാൻ തന്നെ അറിയിച്ചിട്ടുണ്ട്. തപോബലത്താൽ ജനിച്ചു, തപോബലത്താൽ തന്നെ വളർന്നു എന്ന് ഭഗവാൻ തന്നെ അറിയിച്ചു. അതിനകത്ത് ഉൾപ്പൊരുളായി നിൽക്കുന്ന അനേകം തത്വങ്ങളുണ്ട്. അതിനകത്ത് ഉൾപ്പൊരുളായി നിൽക്കുന്ന അനേകം തത്വങ്ങളുണ്ട്. അപ്പോൾ അറിയേണ്ടത് എന്താണ്? തപസ്സില്ലാതെ ഒന്നും ലോകത്തിൽ പൂർത്തീകരിക്കുന്നില്ല. തപസ്സില്ലാതെ ഒന്നും ലോകത്തിൽ പൂർത്തീകരിക്കുന്നില്ല. ഭഗവാൻ സ്വീകരിക്കാൻ തീരുമാനിച്ച ദേഹം പോലും ആ തപസ്സിലാണ് സ്വീകരിക്കപ്പെട്ടത്. ഭഗവാൻ അധിവസിക്കുവാൻ തീരുമാനിച്ച ദിവ്യദേഹം പോലും ആ തപസ്സിലാണ് രൂപീകരിക്കപ്പെട്ടത്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ചെറിയ ചെറിയ തപസ്സാണെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് ചെറിയ ചെറിയ തപസ്സാണ്. മഹാവതാരം, കലിയുഗാവതാരം ലോകത്തിൽ സംഭവിക്കുവാൻ വേണ്ടി ഒരുങ്ങിയ ദേഹം, മഹാവതാരം കലിയുഗാവതാരം ലോകത്തിൽ സംഭവിക്കുവാൻ വേണ്ടി ഒരുങ്ങിയ ദിവ്യദേഹം, അത് അനേകം, അതിന് കണക്ക് പറയാൻ പറ്റില്ല, അനന്ത കോടി തപസ്സുകളെ സ്വീകരിച്ചുകൊണ്ടാണ് ഒരുക്കപ്പെട്ടത്. അനന്ത കോടി തപസ്സുകളെ സ്വീകരിച്ചുകൊണ്ടാണ് ഒരുക്കപ്പെട്ടത്. ആ ദിവ്യദേഹം നമ്മളെ വിട്ടു മറവായി പോയ ദിനമാണിന്ന്. 69-ാം തിരുവയസ്സു വരെയും 69 സ്വന്ത ദേഹത്തിൽ വസിച്ചു രക്ഷിച്ചോനെ ഗുരുവേ. ഉന്നതമായ മഹാതപസ്സിന്റെ പൂർത്തീകരണമെന്നോണം ഈ പ്രകൃതിക്ക് അനുവദിച്ചു കിട്ടിയ ആ പുണ്യദേഹം, അത് പ്രകൃതി ലോകത്തിന്റെയും മനുഷ്യലോകത്തിന്റെയും സർവ്വലോകങ്ങളുടെയും മഹാസൗഭാഗ്യമായിരുന്നു. ആ ദേവീദേവന്മാരും ദൂത പരമ്പരകളും 14 ലോകത്തിലുള്ള സർവാത്മാക്കളും അത് പൂർണ്ണമായും ആഘോഷിക്കുന്ന സന്ദർഭമായിരുന്നു. അത് പൂർണ്ണമായും ആഘോഷിക്കുന്ന സന്ദർഭമായിരുന്നു. പൂർണ്ണമായുള്ള ആഘോഷത്തിലായിരുന്നു അവർ ഓരോരുത്തരും. എന്തുകൊണ്ട്? ആ മഹാതപസ്സുകളെ സ്വീകരിച്ച് സാക്ഷാൽ മഹാശക്തി എഴുന്നള്ളി വന്നിരിക്കുന്നു. അത് സർവ്വസൗഭാഗ്യമാണെന്ന് സൂക്ഷ്മാവസ്ഥയിൽ നിൽക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലായി. എന്നാൽ സ്ഥൂലദേഹത്തിൽ വസിക്കുന്നവർക്ക്, അതിനുവേണ്ടി കഷ്ടപ്പെട്ടവരും അതിനുവേണ്ടി തപസ്സനുഷ്ഠിച്ചവരും കാണുവാൻ വേണ്ടി ആഗ്രഹിച്ചു കാത്തിരുന്ന് പ്രാർത്ഥിച്ചവരും ഒക്കെ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ പുതിയ പുതിയ ദേഹങ്ങളെ സ്വീകരിക്കുമ്പോൾ പഴയ പഴയ കാര്യങ്ങൾ മറന്നുപോകും. അങ്ങനെ പ്രാർത്ഥിച്ച് വരുത്തിയ ഭഗവാനെ കണ്ടിട്ട് തിരിച്ചറിയാതെ പോയ അനേകം ആളുകളുണ്ട്. ഇപ്പൊ നമ്മളൊരു വീട്ടിലേക്ക് ഒരു അതിഥിയെ ക്ഷണിച്ചു വരുത്തുകയാണ്. ആളിനെ നേരിട്ട് കണ്ടിട്ടില്ല, കാണാനൊരു മാർഗം ഉണ്ടായില്ല. കുറെ ആൾ ഇത്രാം തീയതി ഇത്ര മണിക്ക് എന്റെ വീട്ടിൽ വരെ വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ഉദ്ദേശം, പാന്റും കോട്ടും ഒക്കെ ഇട്ട് വലിയ ഒരു പത്രാസോടുകൂടി ഒരാളായിരിക്കും എന്ന് കരുതിയാണ് ക്ഷണിച്ചത്. അപ്പോ ഒരാളിങ്ങനെ അവിചാരിതമായി വീട്ടിൽ വന്നു. ഒരു ഒറ്റമുണ്ടും ഒക്കെ എടുത്ത് വലിയ പ്രൗഢിയില്ലാത്ത ഒരു ഷർട്ടും ഒക്കെ ഇട്ട് മുറ്റത്ത് വന്ന് നമസ്കാരം എന്ന് പറഞ്ഞു. എവിടുന്ന് വരുവാ? ഇവിടെ ഒന്നുമില്ല, പോയട്ടെ എന്ന് പറഞ്ഞു. അപ്പോ നിങ്ങൾ വിളിച്ചിട്ടാ ഞാൻ വന്നത്. ഞങ്ങളാരെയും വിളിച്ചിട്ടൊന്നുമില്ല. അല്ല, നിങ്ങൾ ഇത്രാം തീയതി ഇത്ര മണിക്ക് ഇവിടെ വരണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചില്ല. ഞാൻ നിങ്ങളെ വിളിച്ചിട്ടില്ല. എന്താ കാരണം? ഊഹാപോഹങ്ങളും മുൻവിധികളുമായി കാത്തിരുന്നതാണ്.
മുഖാമോഹങ്ങളും മുൻവിധികളുമായി കാത്തിരുന്നതാണ്. ഇപ്പൊ പാന്റ് കണ്ടില്ല, കോട്ട് കണ്ടില്ല, തൊപ്പി കണ്ടില്ല, പത്രാസുകളൊന്നും കണ്ടില്ല. പാന്റ് കണ്ടില്ല, കോട്ട് കണ്ടില്ല, തൊപ്പി കണ്ടില്ല, പത്രാസുകളൊന്നും കണ്ടില്ല. ഇതുപോലെ എളിയവരുടെ ഇടയിലേക്ക് താണിറങ്ങി വന്ന ദൈവത്തെ അറിയുവാൻ അറിവില്ലാതെ പോയി. ആർക്ക്? ഈ ദേവീദേവന്മാർ തന്നെ ജന്മമെടുത്ത് തന്റെ വരവിനായി കാത്തിരുന്നവർക്ക് തന്നെ അറിയുവാൻ കഴിവില്ലാതെ പോയി. പക്ഷേ ദൈവം ആരെയും മറന്നില്ല. പാതകരെ തേടി വന്ന പാദപത്മമേ, നിഷ്കളങ്ക ജ്ഞാനമോദി എന്നെ രക്ഷിപ്പാൻ, ഊരിരുട്ടിൽ എന്നെ തേടി വന്ന നാഥനെ, ഇതിന് രണ്ടർത്ഥമാണ്. കൂരിരുട്ടിൽ എന്നെ തേടി വന്നു എന്ന് പറയുന്നതിന് രണ്ടർത്ഥമുണ്ട്. എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട്? മനസ്സിലായവരെന്ന് കൈവെക്കാം. രാത്രികാലങ്ങളിൽ സഞ്ചരിച്ച് കുടിലുകൾ തോറും കയറി ഇറങ്ങി ശിഷ്യന്മാരെ കണ്ടെത്തി എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. 12 വർഷക്കാലം സൂര്യനെ പോലും കാണാതെയാണ് ഞാൻ കഴിഞ്ഞുകൂടിയത് ഈ പ്രപഞ്ചത്തിൽ എന്ന് കൽപ്പിച്ചത് നിങ്ങൾക്ക് കേട്ടിട്ടുള്ളവരുണ്ടാകുമല്ലോ. ആ അർത്ഥത്തിൽ കൂരിരുട്ടിലായിരുന്നു ആദ്യകാലത്തെ സഞ്ചാരം. മറ്റേ അർത്ഥം എന്താണ്? അതാണ് പരമപ്രധാനമായ അർത്ഥം. ആ അജ്ഞാനക്കൂരിരുട്ടിൽ കഴിഞ്ഞിരുന്ന മർത്യലോകത്തിന്റെ മധ്യത്തിലേക്ക്, അജ്ഞാനക്കൂരിരുട്ട് അകറ്റി വിജ്ഞാനമേകുവാൻ വിജ്ഞാനസൂര്യനാകുന്ന ദൈവം നിഷ്കളങ്ക ജ്ഞാനബോധി എന്നെ രക്ഷിപ്പാൻ, വന്ന നാഥനെ, സുഖമൊന്നും തന്നെ ജീവിച്ചല്ലോ ആത്മാ
തിരിച്ചറിഞ്ഞ ആത്മാക്കളുടെ അവസ്ഥയാണത്. ഈ മഹാസത്യം തിരിച്ചറിഞ്ഞ ആത്മാക്കളുടെ അവസ്ഥ. ദൈവമാണ് ഞങ്ങളെ രക്ഷിപ്പാൻ വേണ്ടി മർത്യാകൃതിയിൽ വന്നതെന്നും ജന്മജന്മാന്തരമായുള്ള ദോഷങ്ങളെ ഒഴിച്ച് വീണ്ടെടുപ്പാനുള്ള ജന്മാന്തര ജ്ഞാനം നൽകിയ ജന്മിയാണെന്നും തിരിച്ചറിഞ്ഞവർ ഓ വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു. താൻ അറിയിച്ച അറിവിൽ കൂടി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ സമ്പൂർണമായ സമർപ്പണം സ്വാഭാവികമായിട്ട് അങ്ങ് സംഭവിക്കുക. അവിടെ ആരുടെയും ഒന്നും ഒരു റെക്കമെൻഡും ആവശ്യമില്ല. ഇനി ആരെങ്കിലും നമ്മളെ പിൻവലിക്കാൻ ശ്രമിച്ചാലും പിൻവലിഞ്ഞു പോവുകയുമില്ല. ഒരു കാരണവശാലും പിൻവലിഞ്ഞു പോവുകയില്ല. എന്തുകൊണ്ട്? കണ്ടു ഞാൻ എൻ്റെ ജ്ഞാനരൂപനെ, ആത്മാവിന്റെ നിത്യസുഖം കാണുന്നു എന്നിൽ. കണ്ടു ഞാൻ എൻ്റെ വെന്തരിഞ്ഞ എന്നിലീ സുഖത്തെ തന്നോനേ. വെന്തരിഞ്ഞ എന്നിലി സുഖത്തെ തന്നോനേ. അന്ധകാരത്തെ നീക്കി വീണ്ടെടുക്കുവാൻ ബന്ധുവായി വന്നുദിച്ച സൽഗുണരൂപ. അന്ധകാരത്തെ നീക്കി വീണ്ടെടുക്കുവാൻ ബന്ധുവായി വന്നുദിച്ച സൽഗുണരൂപ. അന്ധകാരത്തെ നീക്കി വീണ്ടെടുക്കുവാൻ ബന്ധുവായി വന്നുദിച്ച സൽഗുണരൂപ. നൽകിയതെല്ലാം ആനന്ദത്തിൽ ചേർത്തിടുന്ന അമൃതങ്ങൾ തന്നെ. ആനന്ദത്തിൽ ചേർത്തിടുന്ന അമൃതങ്ങൾ തന്നെ. തിരുഹൃദയം തുറന്നു എന്നിൽ നൽകിയതെല്ലാം ആനന്ദത്തിൽ ചേർത്തിടുന്ന അമൃതങ്ങൾ തന്നെ. ജീവനുള്ള കാലം വരെ മറന്നുപോകില്ലേ, ദേഹമുള്ള കാലം വരെ പൂജിച്ചിടും ഞാൻ. ജീവനുള്ള കാലം വരെ
ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന സമർപ്പണമാണ് യഥാർത്ഥ ഗുരുശിഷ്യ ബന്ധം. ആ സമർപ്പണത്തിൽ എത്തുന്നത് വരെ ഗുരുശിഷ്യ ബന്ധം പൂർത്തീകരിക്കപ്പെടുന്നില്ല. നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ സദ്ഗുരു മുമ്പാകെ ശിഷ്യനായി എന്ന് സമ്മതിച്ചാണ് സത്യം ചെയ്യുന്നത്. ആ സത്യപ്രതിജ്ഞയുടെ തത്വം പോലും അറിയാതെയാണ് പലരും ലോകത്ത് ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ തത്വം അറിയാതെ പോകുന്നത്? അറിയേണ്ട വിധം ഇതിനെ അറിയുവാൻ ശ്രമിക്കാത്തത് കൊണ്ട് മാത്രമാണ്. അറിയിക്കേണ്ട വിധം ഇതിനെ അറിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ B.Ed പാസ്സായ ഒരു അധ്യാപകനോ അധ്യാപികയോ നഴ്സറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയെ പഠിപ്പിക്കുവാൻ ഏത് പ്രകാരത്തിൽ താഴേക്ക് ഇറങ്ങി വരുന്നുവോ അതിനേക്കാൾ താഴേക്ക് ഇറങ്ങി യാതൊരു അറിവോ തിരിവോ കഴിവോ പ്രാപ്തിയോ ഒന്നുമില്ലാത്ത സന്താനങ്ങളുടെ മധ്യത്തിൽ നിന്ന് ഈ അറിവുകളെ അല്പാൽപമായി ഇങ്ങനെ ഓതിക്കൊടുക്കുകയാണ്. ഈ ഓതിക്കൊടുക്കുന്നത് എന്താണ്? ഓ ബ്രഹ്മരൂപം പ്രാപിക്കുവാനുള്ള ബ്രഹ്മജ്ഞാനമാണ്. ഓ ബ്രഹ്മാവല്ലോ സൃഷ്ടിക്കുള്ള ബ്രഹ്മജ്ഞാനം നൽകിയത്. അതേ ബ്രഹ്മാവ് തന്നെ ഇതാ ലോകത്തിൽ പ്രത്യക്ഷമായി നിന്നുകൊണ്ട് അതേ ബ്രഹ്മജ്ഞാനത്തെ ആത്മാക്കളിലേക്ക് ഉരുവാക്കുകയാണ്. എന്തിനു വേണ്ടി? ഓരോ ആത്മാവും ബ്രഹ്മരൂപമാകുവാൻ വേണ്ടിയാണ്. ആത്മാവിന്റെ വളർച്ച അറിവിൽ നിന്നാകുന്നു. ആത്മാവിന്റെ ആത്മാവിന്റെ ഉയർച്ച സൽക്കർമ്മത്താലാകുന്നു. ആത്മാവിന്റെ വളർച്ച അറിവിൽ നിന്നാകുന്നു. ആത്മാവിന്റെ ആത്മാവിന്റെ ഉയർച്ച സൽക്കർമ്മത്താലാകുന്നു. ആ കീർത്തനം മുഴുവൻ അറിയാവുന്ന എത്ര പേരുണ്ട്? കുറച്ചു പേർക്കറിയാം. അതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് ബ്രഹ്മജ്ഞാനം നൽകുവാൻ ബ്രഹ്മാവ് അവതാരമായി. പിന്നെ ബ്രഹ്മരൂപം കണ്ടെത്തുക ആത്മാക്കളെ ഏവരും. എങ്ങനെയാ കണ്ടെത്തേണ്ടത്? അറിവ് കൊണ്ട് ആത്മാവാകുന്നവർക്ക് മാത്രമേ ബ്രഹ്മരൂപത്തിലേക്ക് ചേരുവാൻ കഴിയൂ. അങ്ങനെ ബ്രഹ്മജ്ഞാനം നൽകുവാൻ വന്ന ഗുരു, പരമഗുരു, സദ്ഗുരു ഈ ലോകത്തിൽ സ്വീകരിച്ച ദിവ്യദേഹം, ലോകത്തിൽ നിന്ന് മറവായ ദിനമാണിന്ന്. ആ സമയത്ത് ആ സമാധി പോകുവാൻ തീരുമാനിച്ച സമയത്ത് അടുത്തുണ്ടായിരുന്ന ശിഷ്യപരമ്പരകളെയും സന്യാസിമാരെയും എല്ലാം അവിടെ നിന്ന് മാറ്റി. വളരെ സന്തോഷപൂർവ്വം അവരോട് പറഞ്ഞു, നിങ്ങളെല്ലാം പോയി ഭക്ഷണം കഴിച്ചിട്ട് വാ, എനിക്കിപ്പോ ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ പലരും പറഞ്ഞല്ല, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കാം, 3 പേര് നിൽക്കാമെന്നൊക്കെ പലരും പറഞ്ഞു. ഒന്നും വേണ്ട, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ലല്ലോ, നിങ്ങൾ പോയിട്ട് വാന്ന് പറഞ്ഞു. എല്ലാവരും പോയി ഭക്ഷണം കഴിച്ചിട്ട് വാ, അല്ലെങ്കിൽ ഭക്ഷണം കിട്ടത്തില്ല, വേഗം പോയിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് മനസ്സില്ലാ മനസ്സോടെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോയി. തിരിച്ചു വന്നപ്പോ എപ്പോ പോയി, എങ്ങനെ പോയി, എവിടെ പോയി, ആർക്കും ഒരു പിടിയില്ല. അവിടുന്ന് തുടങ്ങി കണ്ണുനീർ, നിലയ്ക്കാത്ത കണ്ണുനീർ, ഒടുങ്ങാത്ത കണ്ണുനീർ. 12 വർഷത്തോളം കണ്ണുനീരോടുകൂടി കാത്തിരുന്നു. കണ്ണുനീരിന്റെ താഴ്വരയിൽ ദൈവം കരുണയോടിഞ്ഞു താണിറങ്ങി വന്നു. കണ്ണുനീരിന്റെ
എന്നും കൊടുക്കുവാൻ പ്രത്യക്ഷമായി ലോകേ വസിക്കുന്നു. പ്രത്യക്ഷ എന്നും ലോകേ വസിക്കുന്നു. പ്രത്യക്ഷ ജ്ഞാനം പ്രത്യക്ഷമായി ലോകേ വസിക്കുന്നു. എന്നും പ്രത്യക്ഷ രക്ഷ ലോകേ ഭവിപ്പിക്കാൻ പ്രത്യക്ഷമായി ദൈവം വസിക്കുന്നു. പ്രത്യക്ഷ ലോകേ ഭവിപ്പിക്കാൻ ദൈവം വസിക്കുന്നു. പ്രത്യക്ഷ രക്ഷ ലോകേ ഭവിപ്പിക്കാൻ പ്രത്യക്ഷമായി ദൈവം വസിക്കുന്നു. വർഷം തോരാത്ത കണ്ണുനീരുമായി ഭക്തലോകം കാത്തിരുന്നു. 12 വർഷം തോരാത്ത കണ്ണുനീരുമായി ഭക്തലോകം കാത്തിരുന്നു. കണ്ണുനീരെന്ന് പറഞ്ഞാൽ ഇന്ന് ഈ ലോകത്തിൽ ജീവിച്ച് മാറി മാറി സ്വീകരിച്ച ദേഹങ്ങളിൽ കൂടി എന്നെ കണ്ട നിങ്ങൾക്ക് ആ ദുഃഖത്തെ പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. നമുക്ക് നിങ്ങൾക്ക് തന്നെ സ്വയം ചിന്തിച്ചാൽ മനസ്സിലാകും. നിങ്ങൾ പലരും ഇന്ന് ലോകത്തിൽ സന്തോഷമായും സ്വാതന്ത്ര്യമായിട്ടുമാണ് ജീവിക്കുന്നത്. കിടക്കാനിടമുണ്ട്, ഉടുക്കാൻ തുണിയുണ്ട്, കഴിക്കാൻ ഭക്ഷണമുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ബന്ധുക്കളുണ്ട്, സുരക്ഷിതമായ പല സംവിധാനങ്ങളുമുണ്ട്, വാഹനങ്ങളുണ്ട്, സ്വാതന്ത്ര്യമായി സഞ്ചരിക്കുവാനുള്ള എല്ലാ വഴികളുമുണ്ട്. ഇതൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ ബന്ധുജനങ്ങളെയും സുഹൃത്തുക്കളെയും ആചാര സമ്പ്രദായങ്ങളെയും എല്ലാം തട്ടി തകർത്തുകൊണ്ട് എനിക്കുള്ള ധനം എന്റെ ഗുരുവരൻ താൻ എന്ന ഉറച്ച വിശ്വാസത്തിൽ ആ അർപ്പണ മനോഭാവത്തോടുകൂടി തന്നോടുകൂടി നിന്ന് ഈ ആദർശത്തെ ഹൃദയത്തിലേറ്റെടുത്ത് പ്രവർത്തിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ആ സന്താനങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തങ്ങളുടെ രക്ഷിതാവിനെ ആയിരുന്നു, ആ ഉടമസ്ഥനെ ആയിരുന്നു, അവരുടെ ദൈവത്തെയാണ് ആ കണ്ണുവിന് മുന്നിൽ നിന്ന് മറയപ്പെട്ടത്. അത് സഹിക്കാവുന്നതല്ല, അത് തോരാത്ത കണ്ണുനീർ തന്നെയായിരുന്നു. ആക്ഷേപിച്ചുകൊണ്ടിരുന്ന ജനസമൂഹത്തിന്റെ മുന്നിൽ വീണ്ടും അവഹേളിക്കപ്പെടുകയാണ്. ശത്രുതയായി കരുതിയിരുന്നവരുടെ മുന്നിൽ വീണ്ടും ശത്രുത വർദ്ധിക്കുകയാണ്. ആ ഈ പേരിൽ ഒന്നും കൊടുക്കാത്തവരുടെ മുന്നിൽ പിന്നെ ചെല്ലാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ യാതൊരു സുരക്ഷയുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പാഞ്ഞ ഭക്ത സമൂഹത്തെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എവിടെങ്കിലും പോയി ഒരു വറ്റ് ചോറ് ചോദിച്ചാൽ കൊടുക്കുകയില്ല, കിടക്കാൻ ഇടം ചോദിച്ചാൽ കൊടുക്കുകയില്ല, സ്വന്തം വീടുകളിൽ കയറ്റുകയില്ല. ഇങ്ങനെ പരക്കം പാഞ്ഞു നടന്ന അബലരും അശരണരുമായ സന്താനങ്ങൾ അവരവരുടെ ജീവിത മാർഗത്തിന് വേണ്ടി പല മാർഗങ്ങളിലേക്കും വീണ്ടും ചേക്കേറേണ്ടതായി വന്നു. കാരണം ജീവിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ആരുമില്ലല്ലോ. പക്ഷെ അക്കൂട്ടത്തിൽ പലരും അങ്ങനെ പ്രാർത്ഥനയോടുകൂടി ഇരുന്ന് ദൈവത്തിലേക്ക് വിലയം പ്രാപിച്ചവരുമുണ്ട്.
കൂട്ടത്തിൽ പലരും പ്രാർത്ഥനയോടുകൂടി ഇരുന്ന് ദൈവത്തിലേക്ക് വിലയം പ്രാപിച്ചു. അവര് നിശ്ചയിച്ച സമയത്ത് കടന്നുപോയ പല ആത്മാക്കളും ഉണ്ട്. നിശ്ചയിച്ച സമയത്ത് കടന്നുപോയ പല ഭഗവാൻ സമാധിയായി 41-ാമത്തെ ദിവസം എനിക്കും പോകണമെന്ന് തീരുമാനിച്ചു പോയവരുണ്ട്. ഭഗവാൻ സമാധിയായി 41-ാമത്തെ ദിവസം എനിക്കും പോകണമെന്ന് തീരുമാനിച്ചു. 3-ാമത്തെയും 4-ാമത്തെയും ദിനങ്ങളിൽ പോയവരുണ്ട്. അങ്ങനെയൊക്കെ തീരുമാനിച്ചു പോയ അനേകരുണ്ട്. പക്ഷെ എല്ലാവർക്കും അതിനും കഴിവില്ലല്ലോ. അങ്ങനെ പരക്കം പാഞ്ഞ് നടന്ന ഭക്തസന്താനങ്ങളുടെ നടുവിലേക്ക് ഓ മഹാശക്തിമാനാകുന്ന ദൈവം കരുണയോടുകൂടി വീണ്ടും ഉദയമായി വന്നു. അതാണ് ഭക്തലോകത്തിന് വീണ്ടും ഭാഗ്യമായി തീർന്നത്. അപ്പോൾ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അവരെ എല്ലാം കൂട്ടി നിർത്തിക്കൊണ്ട് ആനന്ദം തേടുവിൻ, മായേ ജയിക്കുവിൻ, ഹൃദയത്തിൻ പൂർണ്ണതയാൽ ആനന്ദം വിഷമിക്കേണ്ട, നിങ്ങളുടെ ഹൃദയം ശുദ്ധമാക്കിക്കൊണ്ട് നിങ്ങൾ സ്തുതിക്കുക, എല്ലാം വന്നുകൊള്ളും. എല്ലാം വരുമല്ലോ, ഗുരുമുൻപാകെ വരുമല്ലോ, എല്ലാം മായാമറയിൽ ജീവിക്കുന്ന മനുഷ്യ നീയും വരുമല്ലോ. അങ്ങനെ ഭക്തലോകങ്ങളിലേക്ക് ആ ഉറപ്പ് കൊടുത്ത് ഉള്ളവരെ ചേർത്ത് നിർത്തി ആരാധനകൾ ആരംഭിച്ചു. ഓ വിവിധങ്ങളായ തത്വങ്ങളെ എങ്ങനെ ആത്മാക്കളിലേക്ക് പ്രദാനം ചെയ്തു. ആ വരണ്ടുണങ്ങിക്കിടന്ന ഹൃദയങ്ങളിലെല്ലാം അങ്ങനെ പുതുമഴ പെയ്തു. അങ്ങനെ നാമ്പിടാൻ തുടങ്ങി. ഓ പലതരം ചെടികളങ്ങനെ വളർന്നു പൊങ്ങി പൂന്തോട്ടം പോലെ ആയി. അങ്ങനെ വർദ്ധിച്ച് ഈ കുളിർമയും ഈ ഉന്മേഷവും ഈ വിധത്തിലുള്ള വളർച്ചയും അങ്ങനെ ദിനംതോറും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ആ വളർച്ചയ്ക്ക് വേണ്ടി ആ ശരീരത്തിലും അനേകം ത്യാഗം സഹിക്കേണ്ടി വന്നു. അങ്ങനെ എല്ലാ ശരീരത്തിലും ത്യാഗം സഹിച്ചു തന്നെയാണ് ആത്മലോകത്തെ രക്ഷിക്കുന്നത്. പക്ഷേ അന്ന് കൽപ്പിച്ച ഒരു കൽപ്പനയാണ് ഇപ്പോൾ ഞാൻ കീർത്തനത്തിൽ പാടിയത്. ഇനി ഇങ്ങനെ ഒരു ദുഃഖം നിങ്ങൾക്കുണ്ടാകാനിടയാവുകയില്ല. ലോകാന്ത്യം വരെ വാഴുവാൻ ഞാനിതാ തീരുമാനിച്ചിരിക്കുന്നു. അനുയോജ്യമായ ശരീരങ്ങളിൽ പ്രവേശിച്ച് എന്റെ ഭക്തലോകത്തെ രക്ഷിക്കുവാൻ ലോകാന്ത്യം വരെ ഞാൻ വാഴുമെന്ന തീരുമാനപ്രകാരം ആ ശരീരങ്ങളെ മാറി സ്വീകരിച്ചുകൊണ്ട് ദൈവം ലോകത്തിൽ വാഴുകയാണ്. ഇത് സത്യമാണെന്ന് ബോധ്യമുള്ളവരെന്ന് കൈയുയർത്തി കണ്ടാക്കൊള്ളാം. അങ്ങനെയുള്ള സർവശക്തി ആദ്യമായി സ്വീകരിച്ച വനോമനത്തിലൂടൽ ആ മറവായി പോയ സമയമാണിപ്പോൾ. ഉന്നതനാകുന്ന ദൈവത്തിന് പകരം വെക്കുവാൻ ഈ ലോകത്തിൽ ഒന്നുമില്ല. എന്തെല്ലാം സൗഭാഗ്യങ്ങൾ തന്റെ തിരുമുൻപിൽ അർപ്പിച്ചാലും താൻ നമുക്ക് തരുന്നതിനൊന്നും പകരമാവുകയില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നന്ദിയോടുകൂടി ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുക. ആ എപ്പോഴും നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രാർത്ഥിക്കുക. കഷ്ടമേറെ സഹിച്ചല്ലോ